السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ പ്രമാണിച്ചും അല്ലാതെയും മൈലാഞ്ചി ഉപയോഗിക്കൽ ഇന്ന് സർവ്വസാധാരണമാണല്ലോ. ഇതിൻ്റെ മതവിധി എന്താണ്? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. വിവാഹിതകളായ സ്ത്രീകൾക്ക് ഏതവസരത്തിലും മൈലാഞ്ചി അണിയൽ സുന്നത്താണ്. അവിവാഹിതകൾക്ക് ഇത് സുന്നത്തില്ല. എന്നു മാത്രമല്ല, അവിവാഹിതകളായ സ്ത്രീകൾക്ക് മൈലാഞ്ചി അണിയൽ കറാഹത്തുമാണ്. ഇദ്ദ അനുഷ്ഠിക്കുന്ന സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ ഹറാമാണ്. പുരുഷന്മാർക്കും നപുംസകത്തിനും ഇത് ഹറാം തന്നെയാണ്. എന്നാൽ ചികിത്സയായോ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കോ പുരുഷന്മാർക്കും മൈലാഞ്ചി ഇടാവുന്നതാണ്. കാലിലുണ്ടാകുന്ന വ്രണങ്ങൾ, ചില പുണ്ണുകൾക്കൊക്കെ മൈലാഞ്ചി കൊണ്ട് അരച്ച് തേക്കുകയാണെങ്കിൽ അത് വളരെ ഉപകാരപ്പെടും. അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ചെയ്യാവുന്നതാണ്. നരച്ച താടിയിലും മുടിയിലുമൊക്കെ മൈലാഞ്ചി ചുവപ്പിക്കൽ നല്ലതാണ്. ഇതൊക്കെ പുരുഷന്മാർക്ക് ചെയ്യാവുന്നതാണ്. ഇതല്ലാത്ത രീതിയിൽ മൈലാഞ്ചി അണിയുന്ന സ്വഭാവം പുരുഷന്മാർക്ക് തീരെ പാടില്ല. ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു ഷറൽ മുഅദ്ദബിന്റെ 1-ാം വാള്യം 294, 295 പറയുന്നത് കാണാം. കൈകാലുകൾ മൈലാഞ്ചി തെച്ച് ചായം പിടിപ്പിക്കൽ വിവാഹിതകൾക്ക് സുന്നത്താണ്. പ്രസിദ്ധമായ ഹദീസുകൾ ഇതിന് പിൻബലമുണ്ട്. ചികിത്സ പോലുള്ള ആവശ്യങ്ങൾക്കല്ലാതെ പുരുഷന്മാർ മൈലാഞ്ചി അണിയൽ ഹറാമാണ്. അതിന് തെളിവായി മഹാനവറിൽ കൊണ്ടുവന്ന ഹദീസ് ലഅനല്ലാഹുൽ മുതശബ്ബിഹീന ബിന്നിസാഇ മിനർ റിജാൽ എന്ന് പറയുന്ന ഹദീസാണ്. പുരുഷന്മാരിൽ നിന്ന് സ്ത്രീകളോട് തുല്യമാകുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇതാണ് ആ ഹദീസിന്റെ സാരം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ പറയുന്നത് കാണാം. കൈകാലുകൾ മൈലാഞ്ചി അണിഞ്ഞ് നിറം പിടിപ്പിച്ച ഒരു മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ ഹാജരാക്കപ്പെട്ടു. എന്താണ് ഇവന്റെ കഥ? റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു. ആളുകൾ പറഞ്ഞു, ഇയാൾ സ്ത്രീകളോട് സാദൃശ്യനായിരിക്കുന്നു നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനെ തൽക്കാലം നഖീ എന്ന നാട്ടിലേക്ക് നാടുകടത്താൻ വേണ്ടി വിധിച്ചു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ ഇയാളെ വധിക്കട്ടെയോ? വിധങ്ങൾ പറഞ്ഞു, പറ്റില്ല. നിസ്കരിക്കുന്നവനെ കൊല്ലാൻ ന്യായമില്ല, അത് നിരോധിച്ചതാണ്. സുനൻ അബീ ദാവൂദിൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നബവി റളിയല്ലാഹു തആല തന്നെ വീണ്ടും പറയുന്നത് കാണാം, ഭർത്താവുള്ള സ്ത്രീക്ക് മൈലാഞ്ചി അണിയൽ ഏത് സമയത്തും സുന്നത്താണ്. കാരണം മൈലാഞ്ചി പെണ്ണിന്റെ അഴക് വർദ്ധിപ്പിക്കുന്നതും ആഡംബരവുമാണ്. എന്നാൽ അവിവാഹിതകൾ കാരണമില്ലാതെ മൈലാഞ്ചി അണിയൽ കറാഹത്താണ്. അവൾക്ക് തന്നെ ചിലപ്പോഴത് ആപത്ത് വരുത്തുമെന്നതാണ് ഇതിന്റെ കാരണം. ഷറൽ മുഅദ്ദബിന്റെ 3-ാം വാള്യം 140-ാമത്തെ പേജിൽ ഈ വിഷയം പറയുന്നുണ്ട്. പ്രഗത്ഭ പണ്ഡിതനായ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല പറയുന്നുണ്ട്, പുരുഷന്മാർക്ക് മൈലാഞ്ചി അണിയൽ ഹറാമാണെന്നതിന് പ്രബലമായ ഹദീസുകളും ഖണ്ഡിതമായ രേഖകളും തെളിവുണ്ട്. അതുതന്നെയാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണവും. മുഖ്തസറുൽ മുസ്നിയിൽ ഇത് കാണാം. അവിടുത്തെ അസ്ഹാബും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യം ഇത്രയും വ്യക്തമായിരിക്കെ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർ തീർത്തും വഴിതെറ്റിയിരിക്കുന്നുവെന്ന് വ്യക്തം. ഫതാവുൽ കുബ്ര 4-ാം വാള്യം 258 ഈ വിഷയം നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്. പുരുഷന്മാർക്ക് മൈലാഞ്ചി അണിയൽ ഹറാമില്ല എന്ന വാദക്കാർക്ക് മറുപടിയായിട്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങൾ അവിടെ കുറിച്ചിട്ടുള്ളത്. ഇന്ന് വിപണിയിലൊക്കെ മൈലാഞ്ചി ട്യൂബുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എടുത്തു പറയാതിരിക്കാൻ വയ്യ. മൈലാഞ്ചിയുടെ തനതായ രൂപവും അതിൻ്റെ ഗുണവും ആ ട്യൂബുകൾ കിട്ടുമെന്ന് അവകാശം ആരും ഉന്നയിക്കാറില്ല. മൈലാഞ്ചി ട്യൂബുകൾ ഒരുപാട് കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം മൈലാഞ്ചി അണിഞ്ഞാൽ മൈലാഞ്ചി ഇട്ടതിൻ്റെ സുന്നത്ത് കിട്ടുമോ ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല, ചില കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ടുള്ള മൈലാഞ്ചി അണിഞ്ഞാൽ വുളൂഇന്റെ വെള്ളം ചേരുന്നതിനെ തടയുന്ന രൂപവും ചിലപ്പോഴൊക്കെ കണ്ടുവരാറുണ്ട്. സ്ത്രീകൾ പ്രത്യേകിച്ചും വാങ്ങിക്കൊടുക്കുന്ന പുരുഷന്മാർ അതിൽ കൂടുതലായും ശ്രദ്ധിക്കുക.
അങ്ങാടിയിലൊക്കെ കിട്ടുന്ന മൈലാഞ്ചി ട്യൂബുകൾ എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് മനസ്സിലാക്കി അത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. അവിവാഹിതകളായ സ്ത്രീകൾക്ക് മൈലാഞ്ചിയുടെ സുന്നത്തില്ല, കറാഹത്താണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇന്ന് അതൊന്നും നോക്കാതെ പല ആളുകളും മൈലാഞ്ചി അണിയുന്നത് കാണാം. ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. വെറുതെ കറാഹത്തിൽ പെടാതെ അല്ലാഹുവിൻ്റെ പ്രവാചകനും ഇഷ്ടപ്പെട്ട രൂപത്തിൽ പെരുന്നാൾ ദിനത്തിലും അല്ലാത്ത സമയത്തൊക്കെ ഇത്തരം വിഷയങ്ങളോട് ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.